അമ്പാടി വധക്കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബിവറേജസിന് മുന്നിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് ഗുണ്ടാ സംഘം അമ്പാടിയെ കൊല ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പ്രതികൾ പിടിയിലാവുകയായിരുന്നു. റാന്നി ചേത്തലക്കൽ സ്വദേശികളായ അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബിവറേജസിന് മുന്നിലുണ്ടായ തർക്കത്തിൽ ഗുണ്ടാ സംഘം അമ്പാടി എന്ന യുവാവിനെ കൊലപ്പെടുത്തുന്നത്. സംഭവശേഷം വെച്ചൂച്ചിറ റൂട്ടിൽ വാഹനം ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും പോലീസ് പ്രതികളെ എറണാകുളത്ത് നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടുകയെന്നു. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ശ്രീരാജ് ചേരുന്നുണ്ട് അവിടെ നിന്നും. ശ്രീരാജ്, തെളിവെടുപ്പ് എപ്പോഴേക്കും പൂർത്തിയാകും? എന്തൊക്കെയാണ് പ്രധാനമായും അവിടെ നിന്നും പോലീസ് തെളിവെടുപ്പിനായി എന്തൊക്കെയായിരിക്കും ചോദിച്ചറിയുക? ലക്ഷ്മി, അല്പസമയം മുൻപാണ് ഇവരെ തെളിവെടുപ്പിനായി ഇവിടേക്ക് എത്തിച്ചത്. നിലവിൽ ഈ വാഹനം നിർത്തി അമ്പാടിയെ ഇടിച്ച സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ഇവരുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അമ്പാടി കിടന്ന സ്ഥലത്തും അതുപോലെ തന്നെ അമ്പാടി തെറിച്ചു വീണ ഭാഗത്തേക്കും ഫോണും അമ്പാടിയുടെ ഫോണും വാഹനത്തിന്റെ അവശിഷ്ടങ്ങളും കിടന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ അവരെ കൊണ്ടുപോകുന്നത്. അവർ ചോദിച്ചറിയുന്നത് ഇവർ ഏത് ഭാഗത്ത് നിന്നാണ് വന്നത്, അതുപോലെ തന്നെ വാഹനം ഏത് ഭാഗത്തേക്ക് എത്തിയപ്പോഴായിരുന്നു അമ്പാടിയെ ഇടിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചോദിച്ചറിയുന്നത്. 3 പ്രതികളും, അതായത് ശ്രീകുട്ടൻ, അജോ, അരവിന്ദ്, ഈ 3 പ്രതികളെയുമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. കേസിലാക്കിയ 4 പ്രതികളാണുള്ളത്. നാലാം പ്രതി വാഹനത്തിലില്ലായിരുന്നു. വാഹനം ഇടിക്കുന്ന സമയത്ത് വാഹനത്തിൽ 4-ാം പ്രതി ഇല്ലായിരുന്നു. 4-ാം പ്രതി ആദ്യഘട്ടത്തിലെ തർക്ക സമയത്ത് ഉണ്ടായിരുന്നയാളാണ് 4-ാം പ്രതി. അതുകൊണ്ട് തന്നെ അയാളെ ജീപ്പിൽ തന്നെ ഇരുത്തിയിട്ട് മറ്റു 3 പ്രതികളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീരാജ്, ബിവറേജസിന് മുന്നിലുള്ള തർക്കം, അതിനുശേഷമാണ് ഈ ഗുണ്ടാ സംഘം അമ്പാടിയെ കൊലപ്പെടുത്തുന്നത്. ഇവർക്കിടയിൽ ഈ വാക്കുതർക്കത്തിനും അപ്പുറം മറ്റെന്തെങ്കിലും വൈരാഗ്യമുള്ളതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, അതോ ഇത് മാത്രമാണോ പ്രകോപനമായത്? ശ്രീരാജ് തുടരുന്നുണ്ട്. ശ്രീരാജ്, ഈ വാക്ക് തർക്കം കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനുമപ്പുറം മറ്റെന്തെങ്കിലും വൈരാഗ്യം ഇവർക്കിടയിൽ ഉള്ളതായി പോലീസിന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ?
ലക്ഷ്മി, നിലവിൽ പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇവർ തമ്മിൽ മറ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത്. കേവലം ബിവറേജസ് കോർപ്പറേഷന് മുന്നിൽ നടന്ന തർക്കം, അത് തുടർന്ന് വീട്ടിലേക്കെത്തി വീട്ടിന് മുന്നിൽ നിന്നുള്ള വെല്ലുവിളിയാകുന്നു. വീട്ടിന് മുന്നിൽ നിന്നുള്ള വെല്ലുവിളിക്ക് ശേഷം ഇവർ പരസ്പരം പോർവിളികൾ നടത്തുന്നു. തുടർന്ന് ഇവർ തമ്മിൽ മന്ദമരുതി ഭാഗത്തെത്തി ഇവർ തമ്മിൽ സംഘർഷത്തിലേർപ്പെടാമെന്ന് ഇവർ തമ്മിൽ വെല്ലുവിളി നടത്തുന്നു. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ആദ്യം ഇവിടേക്ക് എത്തിയത് അമ്പാടിയും കൂട്ടരുമായിരുന്നു. തുടർന്ന് രണ്ടാം ഘട്ടത്തിലാണ് അരവിന്ദും കൂട്ടാളികളും കാറിലേക്ക് എത്തുന്നതും അമ്പാടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നതും. ആ ഭാഗത്തായിരുന്നു ഇപ്പോൾ നിലവിൽ 4 പ്രതികളാണ് കേസിലാകെയുള്ളത്. 3 പ്രതികളെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ ഈ 3 പേരുമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ആ 3 പേരെയുമാണ് ഇപ്പോൾ നിലവിലൂടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എങ്ങനെയാണ് അപകടം നടന്നതെന്നും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയത്. ലക്ഷ്മി, റാന്നി അമ്പാടി കൊലക്കേസിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ്.